ഇപ്പോൾ ഫെലിക്സ്, കണ്ണൂർ മഴ ശക്തമായി തന്നെ കുറച്ച് ദിവസമായി പെയ്യുന്നുണ്ടല്ലോ. ഇപ്പോൾ കണ്ണൂർ കക്കാട് പുഴ കര കവിഞ്ഞൊഴുകുന്നു എന്നൊരു വിവരം ലഭിക്കുന്നുണ്ടല്ലോ. എന്താണ് അവിടെ നിന്നുള്ള സ്ഥിതി? കണ്ണൂർ ജില്ലയിൽ റെഡ് അലർട്ടാണ്. കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ ശക്തമായ മഴയുണ്ട്. ഏതായാലും ആ മഴയിൽ കക്കാട് പുഴ കരകവിഞ്ഞു. ഒരു വലിയ മഴ ഉണ്ടാകുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ശക്തമായ മഴ വരുമ്പോൾ കണ്ണൂർ നഗരത്തോട് ചേർന്നുള്ള കക്കാട് പുഴയാണ്, അത് കരകവിയാറുണ്ട്. ഏതായാലും ഇത്തവണത്തെ മഴയ്ക്കും ഈ സമയത്തും ഇത് കരകവിഞ്ഞു. ഇതിപ്പോൾ അങ്ങോട്ട് പോകുന്ന റോഡാണ്, അതായത് ഈ പറയുന്ന കക്കാട് നിന്നും മുണ്ടയാടടക്കം ആ മട്ടന്നൂർ റൂട്ടിലേക്ക് പോകുന്ന, മട്ടന്നൂർ റോഡുമായി കണക്ട് ചെയ്യുന്ന റോഡിലേക്ക് പോകുന്ന വഴിയാണ്. ഈ വഴിയിൽ ഇത് ഒരു വശത്ത് പുഴയാണ്, ഒരു വശത്ത് റോഡാണ്. പക്ഷെ നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ ഇത് ഏതാണ് റോഡ് ഏതാണ് പുഴ എന്ന കാര്യത്തിൽ മനസ്സിലാക്കാൻ കഴിയില്ല. ഏതായാലും ഒരു വശത്ത് പുഴയും ഒരു വശത്ത് റോഡുമാണ്. ഇത് രണ്ടും പുഴയായി മാറിയിട്ടുണ്ട്. അങ്ങനെ വെള്ളം ഈ ഒരു വശത്തെ റോഡിലേക്ക് വെള്ളം മുഴുവൻ കയറിയൊരു സ്ഥിതിവിശേഷമാണുള്ളത്. അതുകൊണ്ട് വാഹനങ്ങൾക്കൊക്കെ തന്നെ ഈ വഴിക്ക് പോകാൻ വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. കാരണം റോഡ് നിറയെ വെള്ളമാണ്. അതുകൊണ്ട് ഇത്രയും ഇനിയിപ്പോൾ മഴ ശക്തമാവുകയാണെങ്കിൽ കുറേയധികം വെള്ളം ഉയരും. അങ്ങനെയാണെങ്കിൽ പൂർണ്ണമായും ഈ റോഡ് ഗതാഗതം തടസ്സപ്പെടും. ഇപ്പോഴേതായാലും വാഹനങ്ങളൊക്കെ തന്നെ പോകുന്നുണ്ട്. പക്ഷേ കഷ്ടിച്ച് ബുദ്ധിമുട്ടി മാത്രമാണ് ഇതുവഴി വാഹനങ്ങൾക്കൊക്കെ തന്നെ പോകാൻ കഴിയുക. കഴിഞ്ഞ മഴക്കാലത്തും കഴിഞ്ഞ വർഷവും സമാനമായ രീതിയിൽ വെള്ളക്കെട്ട് ഉണ്ടായിരുന്നു. വലിയ രീതിയിൽ വെള്ളം ഉയർന്നിരുന്നു. ആ സമയത്ത് റോഡ് പൂർണ്ണമായും ഗതാഗതം തടസ്സപ്പെടുന്നൊരു സ്ഥിതിവിശേഷം ഉണ്ടാകുകയും ചെയ്തിരുന്നു. ഏതായാലും ഇപ്പോഴും, അതായത് മഴ തുടങ്ങി അല്ലെങ്കിൽ 2 ദിവസം മഴ ശക്തിപ്പെട്ടത് തൊട്ട് പിന്നാലെ ഈ പ്രദേശത്തും ഇങ്ങനെ വെള്ളം കയറിയിട്ടുണ്ട്. ഒരു വശത്ത് റോഡാണ്, ഒരു വശത്ത് പുഴയാണ്. പക്ഷേ ഇത് രണ്ടും ഏതാണെന്ന് തിരിച്ചറിയാത്ത അവസ്ഥയിലേക്ക് വെള്ളം കയറി എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കണ്ണൂർ ജില്ലയിൽ ഇത്തരത്തിൽ വലിയ നാശം എവിടെയും ഇല്ലെങ്കിൽ കൂടി ഈ പുഴ കര കവിയുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ പുഴ കര കവിഞ്ഞ് ഈ റോഡുകളിലേക്ക് മറ്റും വെള്ളം കയറി യാത്രാഗതാഗതം ബുദ്ധിമുട്ടുന്നൊരു സ്ഥിതിവിശേഷം കണ്ണൂർ ജില്ലയിലെ വിവിധ ഇടങ്ങളിലുണ്ട് എന്നതാണ്. പ്രത്യേകിച്ചും നഗരത്തോട് ചേർന്ന പ്രദേശമാണിത്. കക്കാട് പുഴയാണ്, അത് നഗരത്തോട് തൊട്ടുള്ളൊരു പുഴയാണ്. ആ പുഴയാണിപ്പോൾ ഇത്തരത്തിൽ വെള്ളം കയറി ഗതാഗത യോഗ്യമല്ലാത്തൊരു സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുള്ളത്. ഏതായാലും ശക്തമായ മഴ ഇപ്പോഴില്ലെങ്കിൽ കൂടി രാത്രിയും ഇന്നലെയും ഒക്കെ തന്നെ നല്ല മഴയാണ് കണ്ണൂർ ജില്ലയിലെ വിവിധ ഇടങ്ങളിൽ ലഭിച്ചുകൊണ്ടിരുന്നത്. ഇന്നും ശക്തമായ മഴയ്ക്ക് തന്നെയാണ് സാധ്യത. തുടർച്ചയായി 5 ദിവസവും മഴ ശക്തമാകുമെന്നതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെയാണെങ്കിൽ മഴ കൂടുതൽ ശക്തമാകുമ്പോൾ തീർച്ചയായും വെള്ളം നദികൾ ഉയരാൻ സാധ്യതയുണ്ട്. അത് റോഡുകളിലേക്കൊക്കെ വന്നു കഴിയുമ്പോൾ വലിയ ബുദ്ധിമുട്ട്, യാത്രാ ബുദ്ധിമുട്ട് സ്വാഭാവികമായും ഈ മേഖലയിൽ അനുഭവപ്പെടുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല. ഏതായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മഴ അല്പം മാറി നിൽപ്പുണ്ട്. പുലർച്ചെ ശക്തമായ മഴ ലഭിച്ചിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എല്ലാ മേഖലയിലും കണ്ണൂർ ജില്ലയിലെ നഗര ഗ്രാമ മേഖലകളിൽ ഒരു വ്യത്യാസവും ഇല്ലാതെ ശക്തമായ മഴ ലഭിക്കുന്നുണ്ട് എന്നതാണ്. അതുകൊണ്ട് മഴ ഇനിയും ശക്തിപ്പെടാനാണ് സാധ്യത. അതുകൊണ്ട് കൂടുതൽ ജാഗ്രത പാലിക്കണം എന്ന നിർദ്ദേശം എല്ലായിടങ്ങളിലും ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അല്പം മഴ തോർന്നു നിൽക്കുന്നത് ആശ്വാസമാണ്. പക്ഷേ ഈ തോർന്നു നിൽക്കുക എന്ന് പറയുമ്പോൾ അത് ഏറെ നേരം മാറി നിൽക്കണം. അല്ലാതെ ഇനിയും ഒരു 2-3 മണിക്കൂർ തുടർച്ചയായി മഴ പെയ്യുകയാണെങ്കിൽ തീർച്ചയായും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടും എന്നതാണ്. ഏതായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മഴയ്ക്ക് അല്പം ശമനമുണ്ട്. പക്ഷേ നമുക്ക് ആകാശത്തേക്ക് നോക്കിയാൽ മനസ്സിലാകും ഇരുണ്ട നിറത്തിലാണ് മേഘം. അതുകൊണ്ട് ഏത് നിമിഷവും മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട്. ആ സാധ്യത മുന്നിൽ കണ്ട് ജാഗ്രത പാലിക്കണം. പ്രത്യേകിച്ചും മലയോര മേഖലയിൽ പേരാവൂർ, ഇരിട്ടി, ശ്രീകണ്ഠാപുരം, ചെമ്പേരി, നടുവിൽ, അങ്ങനെ ആലക്കോട് തുടങ്ങിയ കണ്ണൂർ ജില്ലയുടെ മലയോര മേഖലയിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അങ്ങനെ ഉള്ള പശ്ചാത്തലത്തിൽ കൂടി ആ മേഖലയിൽ, മലയോര മേഖലയിലുള്ളവർ കൂടി കൂടുതൽ ജാഗ്രത പാലിക്കണമെന്ന് പറയുമ്പോൾ ഇതിപ്പോൾ കണ്ണൂർ നഗരമേഖലയാണ്, താഴ്ന്ന പ്രദേശമാണ്. ഇവിടെയും സമാനമായ സ്ഥിതിവിശേഷം ഉണ്ട് എന്നതാണ്. അതുകൊണ്ട് പല വീടുകളിലും, അതായത് കക്കാട് പുഴയോട് ചേർന്നുള്ള പുഴയോട് ചേർന്ന് താമസിക്കുന്ന പല വീടുകളിലും ഇപ്പോൾ തന്നെ വെള്ളം കയറിയിട്ടുണ്ട്. അത് കഴിഞ്ഞ മഴക്കാലത്തും സമാനമായ രീതിയിൽ വെള്ളം കയറുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. ഇപ്പോഴും ഇത് തന്നെയാണ് അവസ്ഥ. ഈ വീടുകളിലൊക്കെ തന്നെ വെള്ളം കയറുന്നുണ്ട്. അതുകൊണ്ട് മഴ ഇനിയും ശക്തിപ്പെട്ടാൽ തീർച്ചയായും വീടുകളിൽ കൂടുതൽ ഉയരത്തിലേക്ക് വെള്ളം കയറുന്നൊരു സ്ഥിതി ഉണ്ടാകും. അതുകൊണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മഴ കൂടുതൽ ശക്തമാകാൻ സാധ്യതയുള്ള പശ്ചാത്തലത്തിൽ തീർച്ചയായും ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശമാണ് നൽകുന്നത്. ഏതായാലും മഴ കൂടുതൽ ശക്തിപ്പെട്ടാൽ ദുരിതം കുറച്ചുകൂടി വലുതായി മാറും. അതുകൊണ്ട് എല്ലാ അർത്ഥത്തിലും ജാഗ്രത പാലിക്കണം എന്ന നിർദ്ദേശമാണ് ഇപ്പോൾ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രമടക്കം നൽകുന്നത്. ഏതായാലും ഈ കക്കാട് പുഴയോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ വലിയ ദുരിതം ആളുകൾ അനുഭവിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും വാഹനങ്ങൾക്കും മറ്റും സുഗമമായി മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു സ്ഥിതിവിശേഷം ഉണ്ട് എന്നതാണ്. പ്രത്യേകിച്ചും വീണ്ടും മഴ കൂടുതൽ ശക്തിപ്പെടാൻ തന്നെയാണ് സാധ്യത. ഇപ്പോഴേക്കും വീണ്ടും മഴ വരാൻ തുടങ്ങുന്നു എന്നാണ് നമുക്ക് ഈ അന്തരീക്ഷം, കാലാവസ്ഥ അന്തരീക്ഷം
കാണുമ്പോൾ മനസ്സിലാക്കുന്നത്. ചേട്ടാ, അങ്ങോട്ടൊക്കെ വലിയ രീതിയിൽ വെള്ളമുണ്ടോ? ഇല്ല, അങ്ങോട്ടൊക്കെ ഇവിടെ ഇപ്പോൾ കക്കാട് പുഴയുടെ ഇപ്പോൾ കണ്ടവിടെ ഉള്ളൂ, അങ്ങോട്ടൊന്നും ഇല്ല. ഇല്ല ഇല്ല ഇതില് വീടുകളിൽ വെള്ളം കയറുന്ന അവസ്ഥയുണ്ടോ അങ്ങോട്ടേക്ക്? ഇല്ല ഇല്ല അങ്ങനെയില്ല. ഈ ഭാഗത്ത് എവിടെയും കൂടെ ഒന്നും അറിയില്ല. ഞാൻ ഇവിടെ ഇല്ല, ഞാൻ ചക്കരക്കല്ലാണ്. പക്ഷേ ഇവിടെ അങ്ങോട്ടെവിടെയും ഇല്ല. ഇവിടെ മാത്രമേ ബുദ്ധിമുട്ടുള്ളൂ. ഈ റോഡിൽ ഇപ്പം ഞാൻ വന്ന വഴിക്ക് ഇവിടെ മാത്രമേ ഉള്ളൂ. ഈ പുഴയുടെ കരക്ക് മാത്രമേ ഉള്ളൂ. അതായത് ഇത് പുഴയോട് ചേർന്ന പ്രദേശമാണ്. ആ വശത്തേക്ക് കുറച്ചുകൂടി അപ്പുറത്തേക്ക് മാറുമ്പോൾ വലിയ പ്രതിസന്ധിയില്ല. പക്ഷേ ഞങ്ങൾ വന്ന വഴി രാവിലെ ഈ പ്രദേശത്തേക്ക് ഞങ്ങൾ വന്ന വഴിക്ക് ഒരു വശത്ത് വീടുകളിലൊക്കെ തന്നെ വെള്ളം കയറുന്നൊരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. ഈ പറയുന്ന നമ്പ്യാർ മുട്ട വഴിയാണ് ഞങ്ങൾ ഈ കക്കാട് പുഴയുടെ സമീപത്തേക്ക് വന്നത്. അപ്പോൾ നമ്പ്യാർ മുട്ട അടക്കമുള്ള സ്ഥലങ്ങളിൽ പലയിടങ്ങളിലും വീടുകളിൽ വെള്ളം കയറുന്നൊരു സ്ഥിതിവിശേഷമുണ്ട്. ഏതായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മഴ കനക്കാൻ തന്നെയാണ് സാധ്യത. പ്രത്യേകിച്ചും കണ്ണൂർ ജില്ലയിൽ അതീവ ജാഗ്രത നിർദ്ദേശം തന്നെ നൽകിയിട്ടുണ്ട്. 5 ദിവസത്തേക്കും ശക്തമായ മഴ ഉണ്ടാകും എന്നതാണ് മുന്നറിയിപ്പ്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടുതൽ ജാഗ്രത പാലിക്കണം എന്നതാണ് ഇപ്പോഴത്തെ നിർദ്ദേശം. ഏതായാലും ശക്തമായ മഴ തുടരും. കണ്ണൂർ ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ തന്നെ താഴ്ന്ന പ്രദേശങ്ങളിൽ പലയിടത്തും വെള്ളം കയറുന്നൊരു സ്ഥിതിവിശേഷമുണ്ട്. ഒപ്പം തന്നെ മലയോര മേഖലയിൽ ജാഗ്രത പാലിക്കണം എന്ന മുന്നറിയിപ്പുമുണ്ട്. ഏതായാലും ശക്തമായ മുന്നറിയിപ്പൊക്കെ തന്നെ നിലനിൽക്കുമ്പോഴും എല്ലാവരും സുരക്ഷിതരായിരിക്കണം, അത്തരത്തിൽ സുരക്ഷ പാലിക്കണം എന്നതാണ് ഇപ്പോൾ ഏതായാലും നൽകുന്ന നിർദ്ദേശം. നിലവിലെ സാഹചര്യത്തിൽ മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇന്നലെ പയ്യന്നൂരിലടക്കം ശക്തമായ കാറ്റും മഴയും ഉണ്ടായിരുന്നു. ശക്തമായ കാറ്റിലും മഴയിലും അവിടെ ഒരു വീടൊക്കെ, തങ്കമണി എന്ന ഒരു സ്ത്രീയുടെ വീടൊക്കെ തകർന്നൊരു സ്ഥിതിവിശേഷം ഉണ്ടായി. അങ്ങനെ വീടുകളുടെ മുകളിലേക്ക് മരങ്ങളൊക്കെ വീണ് ഉള്ള സംഭവങ്ങൾ കണ്ണൂർ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ട്. പ്രത്യേകിച്ചും പയ്യന്നൂർ, ഇരിട്ടി, മട്ടന്നൂർ തുടങ്ങിയ മേഖലകളിലാണ് ഇത്തരത്തിലുള്ള സ്ഥിതിവിശേഷമുള്ളത്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്ന കക്കാട് പുഴയാണ്. ഒരു വശത്ത് റോഡാണ്, പക്ഷേ നമുക്ക് റോഡും പുഴയും തമ്മിൽ തിരിച്ചറിയാൻ കഴിയാത്ത സ്ഥിതിവിശേഷമുണ്ട്. മുട്ടോളം വെള്ളം, ഇതിപ്പോൾ റോഡാണെങ്കിൽ മുട്ടോളം വെള്ളം ഈ റോഡിലും ഉണ്ട് എന്നതാണ്. ഒരു വശത്ത് വളരെയധികം ജാഗ്രത പാലിക്കേണ്ട ഒരു സന്ദർഭം തന്നെയാണ്. പുഴ ഇതുപോലെ കരകവിഞ്ഞൊഴുകുന്ന സന്ദർഭത്തിൽ ഈ പാതയും പുഴയും ഏതാണ് എന്ന് വേർതിരിച്ചറിയാൻ പറ്റാത്ത വിധം ജലനിരപ്പുള്ളപ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ജാഗ്രത പാലിക്കുക. എല്ലാ ജാഗ്രതാ നിർദ്ദേശങ്ങളും അങ്ങനെ തന്നെ പൊതുജനങ്ങളെല്ലാം പാലിക്കണം എന്ന് ആഗ്രഹിക്കുകയാണ്.